ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിലൊരു മട്ടൻ കറി വെക്കാം, അതും വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇവ ഇത്രയിട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ചേർത്ത് കൊടുത്ത്, ഞാനിവിടെ 4 വലിയ സവോളയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ മട്ടനാണ്, അതിലേക്ക് 4 വലിയ സവോളയും പിന്നെ എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളകും മീഡിയം സൈസ് വലിപ്പമുള്ള 2 തക്കാളിയും അരിഞ്ഞ് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ആ മസാലയും കൂടെ എല്ലാം ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കടുക് വിട്ട് പൊട്ടിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ മട്ടൻ കറി. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.